ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആ പി എ കൊണ്ടുള്ള ശല്യം ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. പി എ ആണെങ്കിൽ നമ്മുടെ ശ്രുതി പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഷോപ്പിലൊക്കെ വന്നിട്ട് 2-3 ലക്ഷം രൂപയുടെ സാധനമൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം തിരികെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയാണെങ്കിൽ കാണുന്ന കാഴ്ച ഒരു ലോഡ് സാധനം തൻ്റെ കടയിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് കോൾ അടിച്ചു. എന്തായാലും നല്ല സെയിലൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലോ, ഈശ്വര എന്ത് സമാധാനം പറയും, ഇത്ര ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെയാണ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ട് പോയത്. ഇനി പേടിച്ച് വിറച്ച് നമ്മുടെ ശ്രുതി അവിടെ എങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിലോ, ഇന്ന് നല്ല സെയിൽ നടന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, എവിടെയാ പൈസയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇവളാണെങ്കിൽ നിന്ന് പരുങ്ങി കളിക്കുകയാണ്. അപ്പോൾ ശ്രുതി വേഗം തന്നെ ആ ക്യാഷൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു ഡ്രോ തുറന്ന് നോക്കി. അതിനകത്താണെങ്കിലോ ക്യാഷ് കണ്ടില്ല. എന്താ അക്കൗണ്ടിലേക്കാണോ അവർ ട്രാൻസ്ഫർ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ശ്രുതി, അവർ അക്കൗണ്ടിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്തത്, അവർ EMI ആയിട്ടാണ് എടുത്തുകൊണ്ട് പോയെന്ന് പറയുമ്പം അതെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് കട ഒന്നും സാധനം കൊടുക്കരുതെന്ന്. എന്താ ശ്രുതി ഇത്, നിന്നെ കുറച്ച് നേരം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത് ഇപ്പം വലിയ മണ്ടത്തരമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഈ പി എയുടെ പ്രൂഫും കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രുതിയുടെ കൈവശം ഇല്ലല്ലോ. ശ്രുതിയാണെങ്കിൽ അത് എൻ്റെ പാർലറിൽ വരുന്ന ഒരു ക്ലയൻറ്റാണ്, അവരുടെ ഹസ്ബൻഡാണ് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതെന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പിടിച്ച് നിൽക്കുമ്പം ശ്രുതി ആ 18ാമത്തെ അടവെടുക്കുകയാണ്. അതെ ശ്രുതി, നിൻ്റെ കടയൊക്കെ ആയിരിക്കും, പക്ഷേ നിനക്കൊരല്പം പോലും എന്നെ വിശ്വാസം ഇല്ലല്ലേ, ഞാൻ നിൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിച്ച് വലിയ സെൻറ്റിമെൻ്റലിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിലോ, എന്നാൽ പോട്ടെ, എന്തായാലും അവർ മാസാമാസം പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ നമ്മുടെ ശ്രുതി ആ ഒരു സമാധാനത്തിൽ പോരുകയാണ്. നേരെ നമ്മുടെ മീരയുടെ അടുത്ത് വന്നു. മീരയോട് പറഞ്ഞു, എടി മീര, ഇന്ന് ആ പി എ ഞങ്ങളുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ വന്ന് 2-3 ലക്ഷം രൂപയുടെ സാധനമാടി അവൻ ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് പോയത്. കൊള്ളാലോ, ഇതെന്തൊക്കെയാടി കേൾക്കുന്നത്, നിന്നെ ഇപ്പം അവൻ പിന്നാലെ നടന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിൻ്റെ ഈ ഒരു സത്യത്തിന് എത്രമാത്രം വിലയുണ്ട്, മാസാമാസം നിന്നെ കൊണ്ട് അയാൾ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മീര നമ്മുടെ ശ്രുതിയെ കളിയാക്കുകയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, എടി എന്തിനാണ്, എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്, ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണോടി, നമുക്കൊന്ന് ആലോചിക്കണം, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാകും. അങ്ങനെ നമ്മുടെ ശ്രുതിയും മീരയും കൂടെ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് അവർക്കൊരാളെ ഓർമ്മ വന്നത്. നമ്മുടെ ശരത്തിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ബൈക്ക് മോഷ്ടിക്കുകയൊക്കെ ചെയ്തത്, അവനിപ്പോൾ വലിയൊരു ലോക്കൽ ഗുണ്ടയായിട്ടുണ്ട്. അപ്പം അവൻ്റെ അടുത്ത് നിന്നും ശ്രുതി കുറച്ച് ക്യാഷൊക്കെ കടവും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിചയം വെച്ച് അവൻ്റെ അടുത്ത് പോയൊന്ന് സംസാരിച്ചാലോ എന്ന് ഇവൾ ആലോചിക്കുകയാണ്. മീരയും അവളോടൊപ്പം ചെന്നു. അങ്ങനെ അവർ 2 പേരും കൂടി ചെന്നിട്ട് ഇയാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പം അയാൾ പറഞ്ഞു, അതെ ശ്രുതി മാഡം, നിങ്ങൾ വാങ്ങിയ കാശൊക്കെ കറക്റ്റ് സമയത്തിനൊക്കെ തരുന്നുണ്ട്, ആ ഒരു ഡീലിങ്സ് ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കാമെന്ന് പറയുകയാണ്. എന്തായാലും അയാളും നിങ്ങളും തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ, അല്ല എന്താ സംഭവം, അയാൾ എന്തിനാ നിങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, താൻ കൂടുതൽ കാര്യമൊന്നും അറിയണ്ടെന്ന് മീര ദേഷ്യത്തോടു കൂടി പറയുമ്പോഴത്തേക്കിനും അല്ല, ഞങ്ങളൊരു കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ന്യായമാണോ അല്ലയോ എന്നൊക്കെ തിരക്കാറുണ്ട്. അതെ, നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഏരിയയിൽ മുഴുവൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാനും ശ്രുതിയും കൂടി ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഞാനൊരു സഹായം ചോദിച്ചത് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തതാന്ന് ശ്രുതി പറയുകയാണ്. അപ്പോഴത്തേക്കിനും അവനാണെങ്കിലോ, ആയിക്കോട്ടെ, ഞാൻ ആലോചിക്കട്ടെ, എന്തായാലും അയാളുടെ ഫോട്ടോ എന്ന് കാണിക്ക്, ഇന്ന് തന്നെ അയാളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. നമ്മുടെ പി എയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ വാങ്ങിക്കുകയാണ്. അയാളുടെ ഫോൺ നമ്പറും വാങ്ങിച്ചു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പി എ ആണെങ്കിൽ എന്തോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഈ ഗുണ്ട വിളിച്ചതനുസരിച്ച് അവൻ്റെ ആ ഒരു സങ്കേതത്തിൽ എത്തുന്നതാണ്. അവിടെ വരുമ്പോഴാണ് ആശാൻ പെട്ടു എന്നുള്ള കാര്യം പുള്ളിക്കാരന് തന്നെ പിടികിട്ടുന്നത്.
ആളാണെങ്കിലോ അതെ നിങ്ങളിതെന്തിനാ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതും എന്നോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല നിങ്ങളും ശ്രുതിയും തമ്മിൽ എന്താ ബന്ധമെന്ന് നമ്മുടെ ആ ഒരു ഗുണ്ട ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പി എ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പല ബന്ധവും കാണും, അതിപ്പോൾ ഞാൻ ഇയാളോട് എന്തിനാ വിശദീകരിക്കുന്നത്? എടാ നിന്നോട് നേരെ ചോദിച്ചാൽ പറയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ മോന്തക്കുറ്റിക്ക് ഒന്നങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അടി കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ പി എ ആണെങ്കിലോ എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, നിങ്ങൾ ആൾ മാറി പിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. പക്ഷേ ഇവന്മാരാണെങ്കിലോ ഈ പി എ പിന്തുടരുകയാണ്. പി എ ഒരുവിധം ആ ഒരു കോമ്പൗണ്ടിന് വെളിയിലേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് റോട്ടിലൂടെ ഓടി പോകുമ്പോഴത്തേക്കിനും ഇവനെ ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗുണ്ട ടീമും അവരും പിന്നാലെ വരികയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സച്ചിയെയും അതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരനെയുമാണ്. രണ്ടുപേരും കൂടി ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും എടാ നീ ഇന്നലെ രേവതിയെ കാണാഞ്ഞിട്ട് എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് ഞാൻ കണ്ടതാണല്ലോ. അല്ല അവൾ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നളിയ ഒന്നും പറയണ്ട, അവൾ പൂ കെട്ടാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കുമായിരുന്നു. എന്തായാലും അവൾ കാര്യങ്ങളൊക്കെ വർഷയുടെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ അവൾ അതൊക്കെ മറന്നുപോയി. അവൾ ആ ഒരു സമയത്ത് മറ്റെന്തോ ഒരു തിരക്കിലായിരുന്നു എന്നൊക്കെ സച്ചി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ എന്തായാലും നിനക്ക് നിൻ്റെ ഭാര്യയോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, അത് ഇന്നലെ രാത്രി നിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കുകയാണ്. സച്ചിയാണെങ്കിലോ എടാ എന്നെ കളിയാക്കൊന്നും വേണ്ടാതെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കൂട്ടുകാരനും ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ പി എ കിട്ടിയ ഒരു ബൈക്കും എടുത്ത് സച്ചിയുടെയൊക്കെ ആ ഒരു വണ്ടിക്ക് മുന്നേ അങ്ങ് പോവുകയാണ്. പി എ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോഴത്തേക്കിനും അതിന് പിന്നാലെ ഈ ഗുണ്ടകളും കൂടി പോകുമ്പോഴത്തേക്കിനും സച്ചിയും കൂട്ടുകാരനും കൂടി ഒരു നിമിഷം വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഇതെന്താ ഈ സംഭവം, ആരോ നല്ലതുപോലെ കുടയാനുള്ള പോക്കാണല്ലോ ആ പോകുന്നതെന്നും പറഞ്ഞ് കൂട്ടുകാരൻ പയ്യൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അവിടെ വെച്ച് ഒരമ്മൂമ്മയുടെ ദേഹത്ത് നമ്മുടെ പി എ വന്ന് വണ്ടി ഇടിപ്പിക്കുകയാണ്. വഴിയെ പോയ അമ്മുമ്മയെ ഇടിപ്പിച്ചു എന്നും പറഞ്ഞ് സച്ചിയാണെങ്കിലോ പി എ ചേസ് ചെയ്തു. അങ്ങനെ പി എയുടെ പിന്നാലെ പോയിട്ട് സച്ചി അവനെ പിടികൂടുകയാണ്. കൈ കിട്ടിക്കഴിയുന്ന സമയത്താണ് സച്ചിക്ക് ഇവൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. എടാ നീ ഇത്രയും കാലം കോമ സ്റ്റേജിലല്ലായിരുന്നോ, നീ ഇതെന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? എന്തായാലും നീ ആ അമ്മയെ ഇടിച്ചിട്ടിട്ട് ഈ പോക്ക് പോയത് അത് നിൻ്റെ ഒരു പോക്ക് പോയതാണല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ പി എ എടുത്തിട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും അവിടെ പോലീസ് എത്തുകയാണ്. ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ശരത്തിൻ്റെ ഫ്രണ്ട്സ് അവന്മാരവിടെ നിന്നും വീഡിയോ എടുക്കുവാണ്. എപ്പോഴെങ്കിലും നമ്മുടെ സച്ചിക്കെതിരെ ഒരു മാർഗമായിട്ട് അത് പ്രയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നമ്മുടെ പി എ പോലീസ് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇതിന് പിന്നാലെ പഴയ സത്യങ്ങളും വെളിയിൽ വരുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്.